കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ തന്ന വെളിപ്പാടുകൾ നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഈ പഠനത്തിൽ അതിപ്രധാനമായി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം, പുരാതന റോമൻ സാമ്രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഭരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കണം. പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വച്ഛാധിപതിയായി, ഏകാധിപതിയായി, ഒരു പക്ഷെങ്കിൽ പുരാതന റോമൻ സാമ്രാജ്യം ഒരു റിപ്പബ്ലിക്കായി ആരംഭിച്ച് സ്വച്ഛാധിപതിയായ ഒക്ടോവിയൻ്റെ കരങ്ങളിൽ, സീസർ അഗസ്റ്റസിൻ്റെ കയ്യിൽ ഭരണം ചെന്നപ്പെട്ട് അവിടെ നിന്ന് സ്വച്ഛാധിപതികളുടെ നീണ്ട ഭരണകൂടം റോം കാഴ്ചവെച്ചതുപോലെ ഒരു ജനാധിപത്യ ഭരണത്തിന് വിധേയപ്പെട്ട പുരാതന റോമൻ സാമ്രാജ്യം നവോത്ഥാനം പ്രാപിച്ച് ജനാധിപത്യ രീതിയിൽ ഭരണം ആരംഭിക്കുമ്പോൾ നാം തിരുവചനത്തിലൂടെ കണ്ടു, അവൻ 3 പേരെ തകിടം മറിച്ചുകൊണ്ട് അന്തിക്രിസ്തു ഒരു സ്വച്ഛാധിപതിയായി മാറും. ഇതോടുള്ള ബന്ധത്തിൽ പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു മടങ്ങി വരുന്നത് ഈ പുരാതന റോമൻ സാമ്രാജ്യം നവോത്ഥാനം പ്രാപിച്ച് ഭരണം നടത്തുമ്പോഴാണ്. അതെവിടെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം വളരെ പ്രാധാന്യത അർഹിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 12-ാം വാക്യം, നീ കണ്ട 10 കൊമ്പും 10 രാജാക്കന്മാർ, അവരിതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല, മൃഗത്തോടൊന്ന് ചൊരുനാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. അവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാടും തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വളരെ വ്യക്തമായി ഈ 10 രാജ്യങ്ങളുടെ ഭരണകൂടം യേശുക്രിസ്തുവുമായിട്ട് പോരാടുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് 11-ാം വാക്യം തുടങ്ങി. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. കർത്താവ് മടങ്ങി വരികയാണ് രാജ്യം സ്ഥാപിക്കാൻ. അവൻ്റെ കൂടെ സകല വിശുദ്ധ ദൂതന്മാരും വിശുദ്ധന്മാരും ഉണ്ട്. സ്വർഗത്തിലെ സൈന്യങ്ങൾ അവനെ അണിനിരക്കുകയാണ്. അവൻ വരുമ്പോൾ നമ്മളതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞാൻ കണ്ടു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരോടും പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോട് പോരാടുവാൻ മൃഗം അല്ലെങ്കിൽ അന്തിക്രിസ്തുവും അവൻ്റെ കൂടെയുള്ള രാജാക്കന്മാരും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, അവർ ഒന്നിച്ച് ചേർന്ന് ക്രിസ്തുവിനോട് എതിർക്കുകയാണ് അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇവർ ഭരണത്തിൽ ഉണ്ടായിരിക്കണമല്ലോ, ഇവർ രാജാക്കന്മാരെ പോലെ ഭരിക്കണമല്ലോ, ഇവരുടെ രാജ്യം സ്ഥാപിക്കണമല്ലോ. നമ്മൾ ഓർക്കണം, പുരാതന റോമൻ സാമ്രാജ്യം AD 476 ചിതരീകരിക്കപ്പെട്ടു പോയ ശേഷം ആ റോമൻ സാമ്രാജ്യത്തെ പിടിച്ചെടുത്ത് വേറെ ഒരു സാമ്രാജ്യം ആരും സ്ഥാപിച്ചില്ല, ചിതരീകരിച്ചു പോയി. ആ ശിഥിലീകരിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം എന്തിനാണ് ആ പ്രദേശത്തുനിന്ന് വീണ്ടും ഒരു ഐക്യതയുണ്ടാക്കുവാൻ അവർ ശ്രമിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ക്രിസ്തു മടങ്ങി വരുമ്പോൾ കുഞ്ഞാടിനോട് പോരാടുവാൻ നമ്മൾ വായിച്ചതുപോലെ കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവൻ്റെ സൈന്യത്തോടും യേശുക്രിസ്തുവിനോടും അവൻ്റെ കൂടെ വരുന്ന സകല വിശുദ്ധന്മാരോടും സകല ദൂതന്മാരോടും യുദ്ധം ചെയ്യുവാൻ
ഭൂരാജാക്കന്മാരും സൈന്യം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മളത് വായിച്ചു. 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിച്ചത് എന്താ? അവർ കുഞ്ഞാടിനോട് പോരാടും. ഈ അന്തിക്രിസ്തുവിൻ്റെ സൈന്യം 10 കൊമ്പും 10 രാജാക്കന്മാർ അവർ കുഞ്ഞാടിനോട് പോരാടും. എന്നാൽ കർത്താവ് അവരെ വിജയിക്കുന്നത് ഇവിടെ പറയുന്നു. അപ്പോൾ ഇവര് ഭരിക്കുന്ന കാലത്താണ് ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു ഭാഗമെടുക്കാം. പഴയ നിയമത്തിൽ നിന്ന് വളരെ വ്യക്തമായി ലോകത്തിൽ ഉത്ഭവിക്കുന്ന സാമ്രാജ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ ഭാഗമാണ് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ഒരു സ്വപ്നം ദർശിച്ചതാണ് നെബൂഖദ്നേസർ രാജാവ്. എത്ര വ്യക്തമായാണ് അത് അവിടെ വെളിപ്പെടുത്തിയത്. 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബം, 4ാമത് ഉത്ഭവിച്ചിരിക്കുന്ന ബിംബം, നാലാമത്തെ മെറ്റീരിയൽ തങ്കം കൊണ്ടുള്ള തല, നെഞ്ചു കൈകളും വെള്ളി, അര താമ്രം കൊണ്ട്, കാലുകൾ ഇരുമ്പ് കൊണ്ട്, കാൽപാദം ഇരുമ്പും കളിമണ്ണും കൊണ്ട്. വളരെ വ്യക്തമായി 2-ാം അധ്യായത്തിൽ ദാനിയേൽ അത് വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന് 31-ാം വാക്യം. രാജാവ് കണ്ട ദർശനം വലിയ ബിംബം, വലിപ്പമേറിയതും വിശേഷിയും ശോഭയുമുള്ളൊരു ബിംബം തിരുമുമ്പിൽ നിന്നു. അവന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും, നെഞ്ചും കൈയും വെള്ളി കൊണ്ടും, വയറുമരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽപാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിലടിച്ച് തകർത്ത് കളയും. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ പതിർപോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. സ്വർഗസ്ഥനായ ദൈവം ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. 38-ാം വാക്യം. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരോടും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. നെബൂഖദ്നേസർ രാജാവിനോട് പറയുക, എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ ബാബിലോൺ സാമ്രാജ്യം. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സ് തന്നെ, അത് ബാബിലോൺ സാമ്രാജ്യം. ഏതാണ്ട് BC 606 തൊട്ട് BC 538 വരെ 68 വർഷം ഭരിച്ച ബാബിലോൺ സാമ്രാജ്യം. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. തിരുമനസ്സിൻ്റെ ശേഷം 39-ാം വാക്യം. തിരുമനസ്സിൻ്റെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം സർവ്വഭൂമിയും വാഴുന്നതായി കണ്ടതായി. തിരുമനസ്സിൻ്റെ ശേഷം തിരുമേനിയേക്കാൾ താണയൊരു സാമ്രാജ്യം വരും. ആരാണത്? വളരെ വ്യക്തമായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യത്തെ മേദ്യരും പേർഷ്യരും കൂടെ ചേർന്ന് പിടിച്ചെടുത്തു. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും. ഏതാണ്ട് 208 വർഷം ലോകത്തിൽ അവരുടെ രാജ്യം സ്ഥാപിച്ചു. മേദ് പാർഷ്യൻ എംപയർ. BC 538 തൊട്ട് 330 വരെ. മൂന്നാമത്തെ രാജ്യം, താമ്രം കൊണ്ടുള്ള മൂന്നാമത്തെ രാജ്യത്വം ഉത്ഭവിക്കും. താമ്ര രാജ്യത്വം മറ്റ് വിശദമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് തർക്കമറ്റതായി നമുക്കറിയാം ചരിത്രത്തിൽ നിന്നും തിരുവചന പ്രവചനങ്ങളിൽ നിന്നും. മേദ്യപാർഷ്യരെ പിടിച്ചടക്കി ഏതാണ്ട് BC 330 അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം. ആ സാമ്രാജ്യം 180 വർഷം ഭരിക്കുന്നു. BC 330 തൊട്ട് 150 വരെ ഭരിക്കുന്നു. അതിൻ്റെ ശേഷമോ 40-ാം വാക്യം. 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലും ബലമുള്ളതും ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കി കളഞ്ഞുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്നരാജ്യത്വമായിരിക്കും. ഇരുമ്പ് പോലെയുള്ള ഭരണം. ആരത്? 4ാമത് ഉത്ഭവിച്ചു റോമൻ സാമ്രാജ്യം.
ഗ്രീക്ക് യവന സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യം BC 150 തൊട്ട് ഏതാണ്ട് AD 476 വരെ 626 വർഷം ലോകത്തിൽ ഭരണം കാഴ്ചവെച്ച ഇരുമ്പ് ഭരണം, ഇരുമ്പ് മുഷ്ടി റോമൻ സാമ്രാജ്യം. എന്നാൽ ആ ഇരുമ്പിൽ നിന്ന്, ഇരുമ്പ് കാലിൽ നിന്ന്, തുടയിൽ നിന്ന് ആ കാൽപാദമുണ്ടല്ലോ, അത് ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നു. കൈ തൊടാത്തൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറിഞ്ഞു വരും. ഇരുമ്പും കളിമണ്ണും ആയിട്ടുള്ള കാൽപാദത്തെ അടിച്ച് തകർത്തിട്ട് അത് സർവഭൂമിയെയും തകർത്ത് കളയും. 42 തൊട്ടുള്ള വാക്യം. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണുമായിരുന്നത് പോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകാത്തതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും കലർന്നതായ കണ്ടതിൻ്റെ താല്പര്യം, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അടുത്ത വാക്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വായിച്ചത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നു. ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ആരുടെ കാലത്ത്? ബാബിലോണിയൻ ഭരണം നടക്കുമ്പോഴല്ല, മേദ്യപാർശ്വനും ഭരിക്കുമ്പോഴല്ല, ഗ്രീക്ക് സാമ്രാജ്യം ഭരിക്കുമ്പോഴല്ല, റോമൻ സാമ്രാജ്യം ഭരിക്കുമ്പോഴല്ല. അതിൽ നിന്ന് നീണ്ടുകിടക്കുന്ന കാലിൻ്റെ അവസാനം കൈതൊളാത്ത കല്ല് വന്ന് തകർത്ത് അടിക്കുന്നത് ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നുള്ള ഒരു ഭരണകൂടം. 10 വിരലുകൾ തമ്മിൽ ചേരാത്ത ഒരു സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തെ 2ാം പകുതിയാണത്. നമ്മൾ 7-ാം അധ്യായത്തിൽ വ്യക്തമായി അത് കണ്ടു. അതുകൊണ്ട് വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. 24-ാം വാക്യം. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന 10 കൊമ്പുകളോ, എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ. എൻ്റെ സഹോദരന്മാരെ, റോമൻ സാമ്രാജ്യം ഒരിക്കലും 10 രാജ്യങ്ങളുടെ ഒരു സംഘടനയായി ലോകത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊരു സാമ്രാജ്യം ഉണ്ടാകണം. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 10 വിരലുകളിൽ നിൽക്കുന്ന ബിംബം പോലെ, 10 കൊമ്പുകളുള്ള മൃഗം പോലെ ഒരു ഭരണകൂടമുണ്ടാകും. പുരാതന റോമൻ സാമ്രാജ്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊത്ത് ഒരു നാഴിക നേരം രാജാക്കന്മാരെ പോലെ ഭരിക്കും. ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും ഇളകാത്ത രാജ്യത്തെ സ്ഥാപിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് വ്യക്തമായി ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആ പ്രദേശം വീണ്ടും ഒന്നിക്കുവാനുള്ള പദ്ധതികളും ഒരുപാട് മൂവ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവർ ഭരണം ഏറ്റെടുത്തിട്ടില്ല. ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ ഭരിക്കുന്ന കാലത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. ഇത് തന്നെയാണ് വെളിപ്പാട് 17:14 19:11 നമ്മൾ കണ്ടത്. ഒരു കാര്യം തീർത്തു പറയട്ടെ, പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ നവോത്ഥാനം ഉണ്ടായി. അവർ ഭരിക്കുമ്പോൾ ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നാണ് ഒരു കൊച്ചു കൊമ്പ് അവരുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്നത്. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം അന്തിക്രിസ്തുവിൻ്റെ അധ്യായമെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ആരംഭവാക്യം എങ്ങനെയാണ്? 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു. 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. അവൻ എന്നെ ആത്മാവിൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുള്ളതുമായ ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം, ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചൂപ്പുള്ള ഒരു മൃഗത്തിന്മേൽ സ്ത്രീയിരിക്കുന്ന കണ്ടു. 12-ാം വാക്യം 17-12. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്.
അവരിതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. അവർ ഒരേ അഭിപ്രായം ഉള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ആരോടുകൂടെയാണ് അവർ ഭരണം നടത്തുന്നത്? മൃഗത്തോടൊന്നിച്ചാണ്, അന്തിക്രിസ്തുവിനോടുകൂടെയാണ്. അന്തിക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് അവർ പ്രത്യക്ഷപ്പെടേണ്ടത്. പക്ഷേ ഈ സാമ്രാജ്യം എവിടുന്നാണ് എഴുന്നേറ്റ് വരുന്നത്? നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ 10 കൊമ്പ് 7 മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അത് സമുദ്രത്തിൽ നിന്നാണ് കയറി വരേണ്ടത്. അതിന് വളരെ പ്രാധാന്യതയുണ്ട്. എന്തിനാ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്? വളരെ വ്യക്തമായി ദൈവവചനത്തിൽ ഒരു സത്യം പഠിപ്പിക്കുന്നു. ഇത് വെളിപ്പാട് പുസ്തകം നമ്മൾ ഓർക്കണം, അതെല്ലാം രൂപകാലങ്കാരത്തിൽ സിംബോളിക്കലി നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. സോ സിംബോളിക്കലി ഒരുപാട് സത്യം നമുക്കിതോടുള്ള ബന്ധത്തിൽ പഠിപ്പിച്ച് തരുന്നു. എന്താണ് ഈ വെള്ളം? സമുദ്രത്തിൽ നിന്നാണല്ലോ ഇത് കയറി വരുന്നത്. 1-2 വാക്യം നോക്കാം. 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നീ കണ്ട വെള്ളം ഭാഷകളും. 17-ന്റെ 15 നോക്കിയാട്ടെ. 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ കണ്ടതും വേശിയിരിക്കുന്ന വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ജനസമുദ്രത്തെ കാണിക്കുന്നതാണ് എന്ത്? ജനസമുദ്രത്തെ കാണിക്കുന്നതാണ് ഈ വെള്ളം. ദാനിയേൽ പുസ്തകം 7-ാം അധ്യായം നമ്മൾ കണ്ടില്ലേ? നമ്മൾ അവിടെ വായിച്ചപ്പോൾ ഒരു സൂക്ഷ്മ പഠനത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് മറ്റൊരു സത്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്താ പറയിക്കുന്നത്? അതിൻ്റെ 2-ാം വാക്യം, ദാനിയേൽ 7:2. ദാനിയേൽ വിവരിച്ചെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിൻ്റെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്ന കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നിൻ്റെ പുറകെ ഒന്നായി കയറി വരികയാണ്. എവിടെ നിന്നാണ് കയറി വന്നത്? മഹാസമുദ്രം. 17-ാം വാക്യം, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളാണ്. ബാബിലോൺ, മേദി പേർഷ്യർ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യം. അവ കയറി വരുന്നത് എവിടുന്ന? മഹാസമുദ്രത്തിൽ നിന്നാണ്. വെളിപ്പാട് 13-ൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം 10 കൊമ്പുണ്ട്. ഈ സമുദ്രം ഏതാണ്? ദൈവം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. നമ്മൾ സമുദ്രത്തെയാണ് ഇളക്കി മറിച്ചത്. നമുക്ക് സംഖ്യാപുസ്തകം 34-ാം അധ്യായം നോക്കാം. സംഖ്യാപുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ അതിരുകൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 6-7 വാക്യം നോക്കിയാട്ടെ. 34-ന്റെ 6-7 വാക്യം. പടിഞ്ഞാറോ മഹാസമുദ്രത്തിൻ്റെ അതിരായിരിക്കണം. ഇസ്രായേലിൻ്റെ അതിര് പറയുകയാണ്. പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇസ്രായേലിൻ്റെ ഭൂപടം എടുത്ത് നോക്കുക. പടിഞ്ഞാറ് കിടക്കുന്ന സമുദ്രമേത? മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടൽ. ആ കടലിന് പേര് കൊടുത്തു മഹാസമുദ്രം. പടിഞ്ഞാറ് മഹാസമുദ്രം, മെഡിറ്ററേനിയൻ കടലാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ കടലിനെ ഇളക്കി മറിക്കുമ്പോഴാണ് തമ്മിൽ ഭേദിച്ച 4 മൃഗങ്ങൾ കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ, ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു സംഭവമുണ്ട്. അതായത് ദൈവം ആ സമുദ്രത്തെ ഇളക്കിയപ്പോഴാണ് 4 വ്യത്യസ്ത മൃഗങ്ങൾ കയറി വന്നത്. ലോക ഭരണകൂടങ്ങളിൽ കണ്ട ബാബിലോൺ, മേദി പേർഷ്യ, ഗ്രീക്ക്, റോം കയറി വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലും ആ തമ്മിൽ ഭേദിച്ച് 10 കൊമ്പുള്ള മൃഗം കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്.
നമ്മൾ പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കുക. പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ മാപ്പ് എടുത്ത് വെച്ച് നമ്മൾ കുറേ നേരം നോക്കി നിന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കാണാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മുകൾ ഭാഗം, ഓൺ ദ ടോപ്പ് സൈഡ്, ആ മുകൾ ഭാഗം നോക്കിയാൽ അവിടം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. യൂറോപ്പ്, മെഡിറ്ററേനിയൻ കടൽ, അതിൻ്റെ മുകൾ ഭാഗം യൂറോപ്യൻ രാജ്യം. ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ നേരെ താഴെ കിടക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. താഴോട്ടുള്ള ഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നോക്കുക, ഈ ആഫ്രിക്കയുടെ ഈ മുകൾ ഭാഗത്ത് പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതലമായിരുന്ന സ്ഥലത്ത് ചില രാജ്യങ്ങൾ ഇളകിമറിയുന്നു. അൾജീരിയ, അടുത്ത് കിടക്കുന്നു ടുണീഷ്യ, ലിബിയ, ഈജിപ്റ്റ്. നോക്കുക, ഇത് ആഫ്രിക്കയുടെ മുകളിലത്തെ പരപ്പിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്റ്റ്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ സ്ഥലത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അറബ് സ്പ്രിംഗ് സ്വച്ഛാധിപതികളുടെ ഭരണം നടക്കുന്നു. നമുക്കറിയാം, ലിബിയയിലൊക്കെ കേണൽ ഗദാഫി, ഈജിപ്തിൽ ഇങ്ങനെ മുബാറക്ക്, ഇങ്ങനെ സ്വച്ഛാധിപതികളുടെ ഭരണം നടക്കുന്നിടത്ത് അവിടെ പ്രശ്നമുണ്ടായി. അതിൻ്റെ പേര് അറബ് സ്പ്രിംഗ്. അറബ് സ്പ്രിംഗ്. ഒരു കാര്യം ഞാൻ ഓർത്തോട്ടെ, ഡെമോക്രസിക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തുകയാണ്. ഇന്നും അവിടെ നിന്ന് അനേകർ മെഡിറ്ററേനിയൻ കടലിലൂടെ അഭയാർത്ഥികളായി യൂറോപ്പിലോട്ട് പോവുകയും ഒരുപാട് പേര് മുങ്ങിച്ചാകുകയും ചെയ്യുന്നത് ഈ അടുത്ത ദിവസം, 2 ദിവസം മുമ്പും നമ്മൾ വാർത്തകളിൽ ശ്രദ്ധിച്ചതാണ്. ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യും. എന്താ കാരണം? അവിടെയൊക്കെ രാഷ്ട്രീയമായി ഇളകി മറിഞ്ഞു, സ്വസ്ഥതയില്ല, സമാധാനമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിൽ കണ്ടോണം, അവിടം പുരാതന റോമൻ സാമ്രാജ്യമാണ്. ഇനി നമ്മൾ നോക്കണം, ഈ ഇതിൻ്റെ മുകൾ ഭാഗമുണ്ടല്ലോ, യൂറോപ്പിൻ്റെ പ്രദേശം. ആ യൂറോപ്പിൽ നമ്മൾ നോക്കണം, അവിടെ വേറൊരു ക്രൈസിസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രീസ്, അയർലൻഡ്, സ്പെയിന്, ഇറ്റലി മുതലായ യൂറോപ്പിലെ രാജ്യങ്ങൾ, ചിലത് ജർമ്മനി, ഫ്രാൻസ് ഒക്കെ വളരെ ശക്തന്മാരാണ്. എന്നാൽ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ പല പ്രതലങ്ങളും ഇളകിമറിയുകയാണ്. ദൈവം ആ മെഡിറ്ററേനിയൻ കടലെ ഇളക്കിമറിച്ചപ്പോഴാണ് തമ്മിൽ ഭേദിച്ച ആ മൃഗങ്ങൾ കയറി വന്നതുപോലെ കയറി വരികയാണ്. നോക്കുക, ലോകം ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റത്തിൻ്റെ കാറ്റാണ്. നമ്മുടെ പുരാതന റോമൻ സാമ്രാജ്യം തകർന്നു പോയതിൻ്റെ കാരണങ്ങൾ ആളുകൾ പരിശോധിച്ചു നോക്കി. 1, ധാർമ്മിക മൂല്യങ്ങളുടെ അധപ്പതനം. 2, മിലിറ്ററി സ്പെൻഡിങ്. 3, ഡെഫിസിറ്റ് ഇൻ നാഷണൽ ബഡ്ജറ്റ്. രാഷ്ട്രത്തിൻ്റെ ചിലവാക്കുന്ന പണത്തിൻ്റെ കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മിലിറ്ററി സ്പെൻഡിങ്, അതുപോലെ ധാർമ്മിക അധപ്പതനം. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ നോക്കിയാൽ ഇത് 3 ആ പ്രദേശത്ത് കാണുന്നു. നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഈ അന്തിക്രിസ്തു ഒരു ലോക സ്വച്ഛാധിപതിയായി മാറാൻ പോകുന്നത് ആഗോളമായി ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ്. അവനൊരു പുതിയ നാണയ വ്യവസ്ഥിതി കൊണ്ടുവരുന്നതും ഇതോടുള്ള ബന്ധത്തിലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളെടുത്താൽ സമുദ്രത്തിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഒരു ഭാഗം ഒന്ന് അടർത്തിയെടുത്തോട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. കർത്താവ് പണത്തെക്കുറിച്ച് പറയുകയാണ്.
അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. ആരുടെ വാക്കുകളാണ് ഇത്? കർത്താവ്. അത് ഇല്ലാതെയാകുമ്പോൾ, വെൻ ഇറ്റ് ഫെയിൽസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അതില്ലാതെ പോകും. ബാബിലോൺ പട്ടണം വീണ്ടും പണിത് വ്യാപാരം ആരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നു. നമുക്കതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകാതെ നമ്മുടെ വിഷയത്തിൽ മാത്രം ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നോക്കുക. 18-17 ഏതും ആലുമിയും എന്ന് പറഞ്ഞാൽ കപ്പൽക്കാരും, ഓരോ ദിക്കിലേക്ക് കപ്പലേറിപ്പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ദൂരത്ത് നിന്ന് അവരുടെ ദഹനത്തിൻ്റെ പുക കണ്ടു. മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ചു. അവർ തലയിൽ പൂഴിയിട്ട് വാരിയിട്ട് കൊണ്ട്, അയ്യോ കടലിൽ കപ്പലുള്ളവർക്ക് തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് ഉറപ്പിച്ച മഹാനഗരമേ, 1 മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ. 1 മണിക്കൂർ കൊണ്ട്. For in 1 hour such great riches came to nothing. 1 മണിക്കൂർ കൊണ്ട് നിന്റെ സമ്പത്ത് ഒന്നുമില്ലാതെ പോയല്ലോ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം നാം നോക്കണം. ഒരു ക്രൈസിസ്, ഇളകിമറിയുന്ന ഒരു കടൽ പോലെ ലോക ജനതയായി തീരുന്ന ഒരു കാലഘട്ടം ബൈബിള് പഠിപ്പിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, 5-ാം അധ്യായം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരൻ്റെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരൻ്റെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളുടെ വിശദീകരണം ഞാൻ പുറകെ ചിന്തിക്കാമെന്ന് കരുതുന്നു. എന്നാൽ ഞാനൊരു പൊതുവിലൊരു കാര്യം ഓർപ്പിക്കുകയാണ്. അന്ത്യകാലത്ത് ധനം വർദ്ധിച്ചു. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ കരഞ്ഞു, നിങ്ങളുടെ ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചും പോകും. അതെന്തിനെ കാണിക്കുന്നു? സാമ്പത്തിക തകർച്ചയെ കാണിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയെ കാണിക്കുക. അതിൻ്റെ 4-ാം വാക്യത്തിൽ നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. ഇംഗ്ലീഷിൽ വായിച്ചാൽ, വിച്ച് യു കെപ്റ്റ് ബാക്ക് ബൈ ഫ്രോഡ് ക്രൈ ഔട്ട് ആൻഡ് ദ ക്രൈസ് ഓഫ് ദ റീപ്പേഴ്സ് ഹാവ് റീച്ച്ഡ് ദ ഇയേഴ്സ് ഓഫ് ദ ലോർഡ് ഓഫ് സബത്ത്. ഈ കൂലിക്കാരൻ്റെ കരച്ചിൽ, കൃഷിക്കാരൻ്റെ കരച്ചിൽ ഈ സൈന്യങ്ങളുടെ യഹോവയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവയുടെ കരച്ചിൽ അത് യഹോവയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാ അത്രയും പറഞ്ഞത്? ഈ വാക്യങ്ങളിലൂടെയൊക്കെ ഒരു സത്യം പഠിപ്പിക്കുന്നു. ഒരു ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിൽ ആവിർഭവിക്കും എന്നുള്ളത് കാണും. നോക്കുക, ഒരു ധനത്തിൻ്റെ തകർച്ചയാണ് മനുഷ്യൻ ഇളകിമറിയാൻ ഇടയാകുന്നത്. ഹൈപ്പർ ഇൻഫ്ലേഷൻ. ടൈം മാഗസിനിൽ 1980 മാർച്ച് 10 ഇറങ്ങിയ ഒരു പ്രസിദ്ധീകരണം. ടൈം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ഒരു മാസികയാണ്. അതിനകത്ത് കണ്ടു, ഹിസ്റ്ററീസ് ഗ്രേറ്റ് ഇൻഫ്ലേഷൻ ഹാവ് ഓൾവേസ് ബീൻ ഫോളോഡ് ബൈ എ ഡിക്റ്റേറ്റർ ഹു പ്രോമിസ് എമംഗ് മെനി അതേഴ്സ് ടു റീസ്റ്റോർ ദ കറൻസി വാല്യൂ. നെപ്പോളിയൻ, Hitler and Mao Zedong all rose to power on the back of hyper inflation. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിവൃത്തിയില്ല. സാമാന്യ ജനങ്ങൾക്ക് ജീവിപ്പാൻ നിവൃത്തിയില്ല. ധനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ്. ലോകത്തിൽ ഇങ്ങനെ വില കൂടിയപ്പോൾ, ഹൈപ്പർ ഇൻഫ്ലേഷൻ, ആഗോളമായ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചപ്പോൾ അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നു. നേതാക്കന്മാർ വന്നു. നെപ്പോളിയൻ, ഹിറ്റ്ലർ, മാവോ സേതോങ്. അവർക്ക് അധികാരത്തിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം ഈ വിധത്തിൽ ധനത്തിൻ്റെ മൂല്യത കുറഞ്ഞ് വില കൂടിയപ്പോഴാണ്. വചനം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു, ഈ വിധത്തിൽ സംഭവിക്കും എന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളുടെ ധനം ദ്രവിച്ചു പോകും, നിങ്ങളുടെ സമ്പത്ത് പുഴുവരിച്ചു പോകും. ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമായി ഇളകി മറിയുന്ന ഒരു കടലിന് സമാനമായി ജനങ്ങൾ തീരും. നീ കണ്ട വെള്ളം
ഭാഷകളാണ്, വംശങ്ങളാണ്, പുരുഷാരമാണ്. ഞാൻ ഓർപ്പിച്ചു, പുരാതന റോമൻ സാമ്രാജ്യം, ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങൾ ഉത്ഭവിച്ചു. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. ദൈവം സമുദ്രത്തിന് മേൽ കാറ്റടുപ്പിച്ച് ഇളക്കി. പുരാതന റോമൻ സാമ്രാജ്യം കിടന്ന പ്രതലത്തിൽ യൂറോപ്പിൻ്റെ പ്രദേശത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ. എന്നാൽ ആ മെഡിറ്ററേനിയനിലെ താഴെയുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ പുരാതന സ്ഥലത്തിൽ അവിടെ നമ്മൾ കണ്ടു, അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അറബ് സ്പ്രിംഗ്. നാം ജീവിക്കുന്ന ഇന്ന് ഇതിൻ്റെ ആരംഭങ്ങൾ കുറിച്ചുവെങ്കിൽ അതിൻ്റെ ഭയാനകമായ ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓർത്തതുപോലെ ഹൈപ്പർ ഇൻഫ്ലേഷൻ റോഡ് ദിസ് ഡിക്റ്റേറ്റേഴ്സ് ഇൻ ടു പവർ, അവരെ അധികാരത്തിലേക്ക് നയിച്ചത് ഈ വിലക്കയറ്റമാണ്. അന്ന് ലോകം ഒരു രക്ഷിതാവിന് വേണ്ടി കാത്തിരിക്കും. ആര് ഞങ്ങളെ വിടുവിക്കും? യൂറോപ്പിൽ നിന്ന് നമ്മൾ കേട്ട ശബ്ദം അതാണ്. ഞങ്ങൾക്ക് വേണ്ടിയത് കഴിവുള്ള ഒരു ഭരണകർത്താവിനെയാണ്. ദൈവമോ സാത്താനോ ആയിക്കോട്ടെ, ഞങ്ങൾ അവനെ സ്വീകരിച്ചോളാം. യെശയ്യാവ് 12:17 നോക്കാം. യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. യെശയ്യാവ് 17:12 വാക്യം. അവിടെ ഇളകിമറിയുന്ന സമുദ്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. യെശയ്യാവ് 17:12. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴകുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു, എങ്കിലും അവർ അവരെ ശാസിക്കും. നോക്കുക, ജനങ്ങൾ ഇളകിമറിയുമ്പോൾ അത് സമുദ്രത്തിൻ്റെ ഇളക്കം പോലെയാണ്, മുഴക്കം പോലെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, യൂറോപ്പിൽ നിന്ന് ഒന്നിക്കുവാൻ ശ്രമിക്കുമ്പോൾ പുരാതന റോമൻ സാമ്രാജ്യം ഉത്ഭവിച്ച രാജ്യങ്ങളാണ് അറബ് സ്പ്രിങ്ങിന് വിധേയപ്പെട്ട ആഫ്രിക്കയുടെ മുകളിലുള്ള രാജ്യങ്ങളും മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളും. ഇതൊക്കെ രാഷ്ട്രീയമായി നമ്മുടെ കൺമുമ്പിൽ വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റൊരു കാര്യം ഓർക്കണം. യൂറോപ്പിലാണ് 2 ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ ഏതാണ്ട് 50 തൊട്ട് 70 ദശലക്ഷം ആളുകൾ മരിച്ചു പോയെന്ന്. കെട്ടിടങ്ങളൊക്കെ തകർന്നു. 2 ലോകമഹായുദ്ധങ്ങളും ഏറ്റവും ആഗോളമായ യുദ്ധം നടന്നെങ്കിലും അതിൻ്റെ കെടുതി ഉണ്ടാക്കിയത് യൂറോപ്പിൻ്റെ പ്രദേശത്താണ്. യൂറോപ്പ് ഒരിക്കലും അന്യോന്യം വിശ്വസിച്ചില്ല. അവർ അന്യോന്യം പോരാടി. ജർമ്മനിയും ഫ്രാൻസും ജർമ്മനിയും മറ്റു രാജ്യങ്ങളും യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ പലരും ശ്രമിച്ചു നോക്കി. നെപ്പോളിയൻ ശ്രമിച്ചു, സാധിച്ചില്ല. ഹിറ്റ്ലർ ശ്രമിച്ചു, സാധിച്ചില്ല. സീസർമാർ ശ്രമിച്ചു, സാധിച്ചില്ല. അനേകർ ശ്രമിച്ചു നോക്കി. റോമൻ സാമ്രാജ്യത്തിലുള്ള യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ, പിടിച്ചു നിർത്താൻ. എന്തുകൊണ്ടാണ് ഹെൻറി സ്പാങ്ക് പറഞ്ഞ we are looking for a man of sufficient stature to hold the alliance together and to lift us from economic morasses into which we are sinking. ഞങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്നൊരു വ്യക്തിയെ വേണം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു. യൂറോപ്പ് തകർന്ന് കിടക്കുകയാണ്. ലണ്ടനൊക്കെ ബോംബ് ചെയ്ത് നശിച്ചു. അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ, നമുക്കറിയാം, 1939 തൊട്ട് 46 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നിലനിന്നത്. 46 സെപ്റ്റംബറിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ ശബ്ദമുയർത്തി, വി മസ്റ്റ് ബിൽഡ് എ കൈൻഡ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ്. നമുക്ക് യൂറോപ്പിനെ ഒന്നിപ്പിക്കണം. ഇനി ഒരു യുദ്ധമുണ്ടാകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യൂറോപ്പിനെ ഒന്നിപ്പിക്കണം. യൂറോപ്പിനെ എങ്ങനെ ഒന്നിപ്പിക്കും? അന്യോന്യം വിശ്വസിക്കാത്ത യൂറോപ്പിനെ എങ്ങനെ ഒന്നിപ്പിക്കും? അനേകർ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. യൂറോപ്പിനെ എങ്ങനെ ഒന്നിപ്പിക്കും? യൂറോപ്പിനെ ഒന്നിപ്പിക്കുന്നത് സൈന്യത്താൽ സാധ്യമല്ല. യൂറോപ്പിനെ ഒന്നിപ്പിക്കണമെങ്കിൽ ജീൻ മോണറ്റ് എന്ന് പറയുന്ന, അദ്ദേഹമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ജീൻ മോണറ്റ്, അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിനെ ഒന്നിപ്പിക്കണമെങ്കിൽ, യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ അവരെ കറൻസിയും സാമ്പത്തികവും അവരെ ഒന്നിപ്പിക്കണം. മോണിറ്ററി
ആൻഡ് എക്കണോമി ഷുഡ് ബിക്കം വൺ. യൂറോപ്പിനെ വ്യാപാരമായിട്ടും അവരുടെ നാണയപരമായിട്ടും അവരെ ഒന്നാക്കി മാറ്റിയാൽ യൂറോപ്പ് ഒന്നിക്കുമെന്ന് അതിൻ്റെ സ്ഥാപകന്മാരിൽ യൂറോപ്യൻ യൂണിയൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ജീൻ മോണറ്റ് എന്ന് പറയുന്ന അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്. യൂറോപ്പിനെ ഒന്നിപ്പിക്കണോ? യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ ഉള്ള മാർഗം അത് മാത്രമാണ്. അല്ലെങ്കിൽ യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ നിവൃത്തിയില്ല. യൂറോപ്പ് അന്യോന്യം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിനെ ഒന്നിക്കുവാൻ യൂറോപ്പിൻ്റെ നാണയവും യൂറോപ്പിൻ്റെ വ്യാപാരം ചെയ്യുന്ന ജീൻ മോണറ്റ് ഓഫ് ഫ്രാൻസിലെ ജീൻ മോണറ്റ് പറഞ്ഞു, ദർ ഇസ് ഓൺലി വൺ വേ, വി ഷുഡ് merge the industry and monetary into one. യൂറോപ്പിലെ വ്യാപാരവും അവരുടെ നാണയവും ഒന്നാക്കി തീർക്കണം. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? നാണയത്തെയും ഒക്കെ ഒന്നാക്കുവാൻ എങ്ങനെ കഴിയും? പല രാജ്യങ്ങളുടെ നാണയം ഒന്നാക്കി തീർക്കുകയോ അവരുടെ വ്യാപാരം ഒന്നിച്ചു തീർക്കുകയോ. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഞാൻ പറയട്ടെ, 46-ൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, വി ഷുഡ് ബിൽഡ് എ കൈൻഡ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പ് USA എന്ന് പറയുന്ന പോലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന പോലെ ഇതൊന്നിക്കണം. റഷ്യയിൽ അനേക രാജ്യങ്ങൾ ഒന്നിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSR തകർന്നുപോയി. പക്ഷെങ്കിൽ 1990-കളിൽ കമ്മ്യൂണിസം തകർന്നപ്പോൾ USSR തകർന്നു. പക്ഷെങ്കിൽ അനേക രാജ്യങ്ങൾ ഒന്നിച്ചതുപോലെ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് ഉണ്ടാക്കണം. 1948 മെയ് മാസം 7-ാം തീയതി 750 ഡെലിഗേറ്റ്സ്, യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 750 പ്രതിനിധികൾ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവരുടെ ലക്ഷ്യം യൂറോപ്പിനൊരു മാർക്കറ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഫലമായി 1951 ഏപ്രിൽ 18 6 രാജ്യങ്ങൾ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. ആരാ രാജ്യങ്ങൾ? ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, നെതർലൻഡ്, ഇറ്റലി ആൻഡ് ലക്സംബർഗ്. അവരാദ്യം ഒപ്പുവെച്ചത് കോൾ ആൻഡ് സ്റ്റീൽ, അതായത് കൽക്കരിയും ഇരുമ്പും വ്യാപാരം ചെയ്യുവാൻ ഒരു സംഘടന ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി. തീർന്നില്ലേ? 1957 മാർച്ച് 15-ാം തീയതി ക്യാപിറ്റൽ ഹിൽ ഓഫ് റോമിൻ്റെ ക്യാപിറ്റൽ ഹില്ലിൽ കൂടിയിട്ട് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഇതിനു മുമ്പ് ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിച്ച് 30 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. യൂറോപ്പിൽ ഏതാണ്ട് 10 ദശലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. യൂറോപ്പിനെ ഒന്നിപ്പിച്ചുവാനുള്ള ഗുണങ്ങളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കി. ഇതിന് പറയുന്നു 6 രാജ്യങ്ങളോടുകൂടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൽ ബ്രിട്ടനും അയർലൻഡും ഡെൻമാർക്ക് ചേർന്നു. ഗ്രീസ് 10ാമത് ചേർന്നു. 11ാമത് പോർച്ചുഗല്, 12ാമത് സ്പെയിൻ, ഓസ്ട്രേലിയ, ഫിൻലൻഡ്, സ്വീഡൻ, ഇങ്ങനെ പല രാജ്യങ്ങൾ ചേർന്നു. ഇന്ന് ഏതാണ്ട് 25 രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. അതിനാക്കം കൂട്ടിയത് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയാണ്. 1990-കൾ വരെ കമ്മ്യൂണിസ്റ്റ് റഷ്യ, നിങ്ങൾ ഓർക്കണം, യൂറോപ്പിൻ്റെ ഒരു അതിരാണ്. യൂറോപ്പിൻ്റെ അതിരിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് റഷ്യ, നിങ്ങൾ ബെർലിൻ വാളൊക്കെ തകരുന്നത് നമ്മൾ ചരിത്രത്തിൽ ഓർമ്മയുണ്ട്. ജർമ്മനിയെ 2ആയി ഭാഗിച്ചു നിർത്തി ബെർലിൻ വാൾ. യൂറോപ്പിലെ നോക്കുക, കമ്മ്യൂണിസ്റ്റ് ചേരിവിലുള്ള രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും 2 ചേരിവുകളിൽ നിൽക്കുകയാണ്. ഞാനിന്ന് ഓർപ്പിക്കട്ടെ, ആ 2 ചേരികളിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. 1990-കളിൽ കമ്മ്യൂണിസം തകരുന്നു. നിങ്ങൾ ഓർക്കണം, ഈസ്റ്റേൺ യൂറോപ്പ്, അതായത് റഷ്യയുടെ കീഴിലുള്ള പാശ്ചാത്യ യൂറോപ്പിൻ്റെ പ്രദേശം റഷ്യയുടെ ആയുധപ്പുരയായിരുന്നു. റഷ്യയുടെ കമ്മ്യൂണിസം USSR നിലനിന്ന കാലത്ത് ഈ യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ അവർ സമ്മതിച്ചില്ല. എന്നാൽ കമ്മ്യൂണിസം തകർന്നു. 1990-കളിൽ കമ്മ്യൂണിസം തകർന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, 1992 ഡിസംബർ 31-ാം തീയതി അർദ്ധരാത്രിയിൽ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപപ്പെട്ടു. അതിൻ്റെ അതിരുകൾ നീട്ടി. നിങ്ങൾ ഓർക്കണം, യൂറോപ്യനിലുള്ള രാജ്യങ്ങളുടെ അതിരുകൾ എടുത്തു കളഞ്ഞു.
ഒരു രാജ്യം പോലെയായി. കസ്റ്റംസും ടാരിഫും ഇല്ല. യൂറോപ്പിലുള്ള രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. യൂറോപ്പിലുള്ള രാജ്യങ്ങൾ ഒരു രാജ്യം പോലെ ഏതാണ്ടായി മാറുകയാണ്. അതിൽ 12 രാജ്യങ്ങൾ യൂറോ എന്ന് പറയുന്ന കറൻസി ഇറക്കി. 12 രാജ്യങ്ങൾ യൂറോ എന്ന് പറയുന്ന കറൻസി. യൂറോ കമ്മ്യൂണിറ്റി ഉണ്ടായി. 2002 ജാനുവരിയിൽ യൂറോ പ്രാബല്യത്തിൽ വന്ന ഏതാണ്ട് 12 രാജ്യങ്ങൾ. ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ കറൻസി ഇറക്കിയ ദിവസം അവിടുത്തെ പ്രസംഗങ്ങളും എഴുത്തുകളൊക്കെ ശ്രദ്ധിച്ചാൽ അവർ പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മയുണ്ട്. അവർ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പൊളിറ്റിക്കൽ യൂണിറ്റി. ഞങ്ങളുടെ അടുത്ത ചുവട് രാഷ്ട്രീയ ഐക്യമാണ്. ഞാനത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. വെളിപ്പാട് 17 12 വാക്യം. ഇന്നവർ 10-25 രാജ്യങ്ങളുണ്ട്, പക്ഷേ അത് 10 രാജ്യങ്ങളായി ചുരുങ്ങും. വചനം അതാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇവർ ഞങ്ങളുടെ അടുത്ത സ്റ്റേജ് യൂറോപ്പിനെ ഒന്നിപ്പിക്കുക, ഒരു രാഷ്ട്രീയ ഒരു എൻറ്റിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഈ വെളിപ്പാട് 17 12 എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ട്. നീ കണ്ട 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്ന് ചൊരുനാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? their political unity they will have only when Antichrist appears. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരം രാജാക്കന്മാരെ പോലെ. they will have political unity only when Antichrist is appearing. only when Antichrist will appear. ആൻറ്റിക്രൈസ്റ്റ് എപ്പോഴാണ് അപ്പിയർ ചെയ്യുന്നത്? 2 Thessalonians chapter 2 7-8 വാക്യം എന്താ പറയുന്നത്? അധർമ്മത്തിന് മർമ്മം വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. ആരാണത്? പരിശുദ്ധാത്മാവ് ദൈവസഭ ഇവിടെ നിന്ന് മാറുമ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടും. അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ സഭ മാറണം. സഭ മാറിയെങ്കിലേ അവർക്കൊരു പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ. അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു, എന്തിനാണ് ഇത് പഠിക്കുന്നത്? അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ഈ വ്യാപരിക്കുന്ന അധർമ്മത്തിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. They have one aim. We need to have a political unity. Our next stage is political unity. അവർ പറഞ്ഞത്, ഹെൻറി സ്പാങ്ക് പറഞ്ഞു, we need not have another committee. What we want is a man of sufficient stature to lift us out of economic morasses into which we are sinking, to keep the alliance together. നമ്മളെ ഒന്നിച്ചു നിർത്താനും നമ്മളെ ഒന്നിച്ച് കിടത്താനും കഴിയുന്ന ഒരു മനുഷ്യനെ വേണം. യൂറോപ്പ് ഈസ് റെഡി to receive that man. അവർക്ക് ആ മനുഷ്യനെ സ്വീകരിപ്പാൻ അവരുടെ ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതലം നമ്മൾ കണ്ടതുപോലെ ഇളകിമറിയുന്ന, രാഷ്ട്രീയവും സാമ്പത്തികമായിട്ടൊക്കെ ഇളകിമറിയുന്ന കാറ്റുകൾ അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ദൈവ പൈതലിന് അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ, വിലയിരുത്തുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് ഒരു വെടിവെക്കാതെ, ഒരു പ്രൊപ്പഗാൻഡ നടത്താതെ, ഒരു 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 വാക്കുതർക്കമില്ലാതെ, പരസ്പരം സമ്മതമില്ലാതെ, പരസ്പരം ഐക്യതയില്ലാതെ കഴിഞ്ഞ ഈ യൂറോപ്പിലെ രാജ്യങ്ങൾ എന്തിനൊന്നിക്കുന്നു? നമ്മൾ ഓർക്കണം, ഇത് വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ ഒരു നിർണായക സമയത്ത് യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞു. യഹൂദൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ, അവനോടുള്ള ബന്ധത്തിൽ പിന്നെ നമ്മൾ കണ്ട പ്രവചനങ്ങളിൽ അതിപ്രധാനമായി കിടക്കുന്നതാണ് ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണം. അവൻ്റെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടതുപോലെ, അവരുടെ രാഷ്ട്രീയ ഐക്യമുണ്ടാകണം. ആ രാഷ്ട്രീയ ഐക്യത്തിന് വേണ്ടി പല മൂവ്മെൻറ്റുകൾ നടക്കുന്നത് നമ്മൾ കാണുകയാണ്. നോക്കുക, വളരെ വ്യക്തമായി ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു സാമ്പത്തിക തകർച്ച ലോകത്തിലുണ്ടാകുമ്പോൾ, ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്നൊരു വ്യക്തിയായിരിക്കും അന്തിക്രിസ്തു.
ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കുന്നത് ഒരു പക്ഷെങ്കിൽ സാമ്പത്തിക തകർച്ച ഈ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ സംഭവിച്ച് അതിൻ്റെ മധ്യത്തിലായിരിക്കണം ഇവൻ ഒരു ഏക ലോക നാണയ വ്യവസ്ഥകളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നതെന്ന് ഈ ഭാഗത്തുകൂടെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ അതിൻ്റെ മുന്നോടിയായി ലോകത്തിൽ നിന്ന് ഇതെല്ലാം കാണുകയാണ്. വളരെ വ്യക്തമായി നമ്മൾ ഓർക്കണം, അനേക രാജ്യങ്ങൾ കടക്കണിയുടെ നെറുകയിൽ നിൽക്കുകയാണ്. നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, നിങ്ങളുടെ ധനം ദ്രവിച്ചു പോകും, ഹൈപ്പർ ഇൻഫ്ലേഷൻ, നിങ്ങളുടെ സമ്പത്ത് ദ്രവിച്ചു പോകും. വളരെ വ്യക്തമായി 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോകും, വാല്യൂ ഇല്ലാതെ പോകും. ഞാനിത് വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഓർത്തു, ഇന്നലത്തെ ഒക്കെ ന്യൂസ് നിങ്ങൾ കണ്ടോ? ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, ഷെയർ മാർക്കറ്റ് വീണ്ടും ഇടിഞ്ഞു. നമുക്ക് അതിനകത്ത് പല കാരണങ്ങളുണ്ട്. റിലയൻസ് അരാംകോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, ഭയങ്കരമായി ഇൻഡെക്സ് കുറഞ്ഞു. അതായത് ഷെയർ മാർക്കറ്റിൻ്റെ വില ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോയി. അന്നേരം എന്തോ സംഭവിച്ചു? സ്വർണത്തിൻ്റെ വില അങ്ങ് കൂടി, ഗോൾഡിൻ്റെ പ്രൈസ് കൂടി. അതിൻ്റെ കാരണം എന്നാ? സ്വർണത്തിൻ്റെ വില ആരാ നിശ്ചയിക്കുന്നത്? ആരും നിശ്ചയിക്കുന്നതല്ല. ഡിമാൻഡ് അനുസരിച്ച് അതിൻ്റെ വില കൂടും. എന്ന് പറഞ്ഞാൽ പണം, കറൻസികൾ വെച്ചാൽ അത് സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോൾ ആളുകൾ സ്വർണം മേടിച്ച് വീട്ടിൽ വെക്കുകയാണ്. എന്തിനാ? സുരക്ഷിതത്വത്തിന് വേണ്ടി. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ, ഈ സ്വർണത്തിന് വില കിട്ടണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം. പക്ഷെങ്കിൽ ഡിമാൻഡ് ഇല്ലാതെ പോയാലോ? ആർക്കും വേണ്ട എന്ന് വെച്ചോ ഈ സ്വർണം. അതാ ഡിമാൻഡ് ഇല്ലാതെ പോവുക എന്ന് പറയും. ഡിമാൻഡ് ഇല്ലാതെ പോയാൽ വിലയും കാണത്തില്ല. വിലയില്ലാതെ വന്നാൽ സ്വർണം കൊണ്ട് എന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം സ്വർണം? അതൊരു മെറ്റലാണ്. ആ മെറ്റൽ കൊണ്ട് എന്ത് ചെയ്യാം? അതിൻ്റെ മൂല്യമാണ്, അതിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഡിമാൻഡാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ വാല്യൂ ഇല്ലെങ്കിലോ, അതിന് മൂല്യതയില്ലെങ്കിലോ എന്ത് സംഭവിക്കും? സ്വർണവും വെള്ളിക്കും ഒക്കെ എന്തോ അത് വെറും ഒരു മെറ്റലായിരിക്കും. നോക്കുക, ഈ വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ വാല്യൂ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എസെക്കിയേൽ പ്രവചനം 7-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 19-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 7:19. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും, പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടക്കുകയില്ല, അവരുടെ വയറ് നിറയുകയില്ല. അതവർക്ക് അകൃത്യഹേതുവായിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങളുടെ മ്ലേച്ഛബിംബങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. മലമാക്കുക, വെറുപ്പാക്കുക. ഡങ്ക് വെളിയിൽ എറിഞ്ഞു കളയുക. ഈ വില കൂടിയ സ്വർണം, വില കൂടിയ വെള്ളി, ഈ തങ്കം മലമാകുക എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ചേ. എറിഞ്ഞു കളയുകയുള്ളൂ. മനുഷ്യന് വേണ്ട. എന്താ? അതിന് വിലയില്ല, അതിന് വാല്യൂ ഇല്ല. നമ്മളിവിടെ വായിച്ചു, അവർ തങ്ങളുടെ വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും, പൊന്നവർക്ക് മലമായിരിക്കും. ദൈവം പറഞ്ഞു, ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. വെറുപ്പ് തോന്നുന്നു, നോ വാല്യൂ. ഡൊണാൾഡ് ട്രംപ് 2016 നവംബറിൽ അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോൾ അമേരിക്കയിൽ സ്വർണത്തിൻ്റെ വില ലോകത്തിൻ്റെ പല സ്ഥലത്തും കൂടി. ലോകത്തിൻ്റെ ഓരോ രാഷ്ട്രീയ നിലവാരം അനുസരിച്ച് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ സ്വർണത്തിന് വില കൂടി. ആളുകൾക്ക് സ്വർണം വേണം, അതിന് ഡിമാൻഡ് കൂടി, അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വേദപുസ്തകം ഒരു സത്യം പറയുന്നു, ഞാൻ സ്വർണത്തെ മലമാക്കും. അത് മലമായി തീർന്നു. അവർ വീതിയിലെടുത്ത് എറിഞ്ഞുകളയും. അത് ശരിയായൊരു സാമ്പത്തിക തകർച്ചയാണ്. ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് ലോകത്തിൽ സാമ്പത്തിക തകർച്ച. നിങ്ങൾക്കറിയാം, വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ സാമ്പത്തിക തകർച്ച ഉണ്ടായത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നോക്കുക, ഈ പണം, കറൻസിയൊക്കെ ഒരു വിലയുമില്ലാതെ തീരും. എൻ്റെ മദർലോ കല്യാണം കഴിഞ്ഞ സിംഗപ്പൂരിലായിരുന്നു. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. പുള്ളിക്കാരത്തി വിവാഹം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ജാപ്പനീസ് കറൻസി ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു പ്രയോജനവുമില്ല, ആർക്കും വേണ്ട. ജാപ്പനീസ് കറൻസി. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പിള്ളേരെ വളർത്തിയപ്പം പുള്ളിക്കാരത്തി അതെടുത്ത് ടിഷ്യൂ പോലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നോ വാല്യൂ. 2004 ഇറാഖ് ഇൻവേഷൻ, ഇറാഖിലുണ്ടായ കുവൈറ്റ് ഇൻവേഡ് ചെയ്ത ശേഷം ഇറാഖിനെ ഇൻവേഡ് ചെയ്ത ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാൻ ആ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു. ഈ വാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഇറാഖി ഡിനാർ എന്ന് പറഞ്ഞാൽ, ഒരു ഇറാഖി ഡിനാർ $3 അമേരിക്കൻ കിട്ടുമായിരുന്നു. ഒരു ഇറാഖി ഡിനാറിന് $3 അമേരിക്കൻ. $1 ഇറാഖി ഈസ് ഇക്വലന്റ് ടു $3 എന്നാൽ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ ദ വാർ, ഒരു അമേരിക്കൻ ഡോളർ വേണമെങ്കിൽ 2000 ഇറാഖി ദിനാർ കൊടുക്കണം. ഒരു അമേരിക്കൻ ഡോളർ വേണം, 2000 ഇറാഖി ദിനാർ കൊടുക്കണം. ഒരു കാര്യം ഒന്ന് ഓർത്തേ, യുദ്ധത്തിന് മുന്നിൽ ഒരു ഇറാഖി ഡോളർ കൊടുത്താൽ $3 അമേരിക്കൻ കിട്ടുമായിരുന്നു. യുദ്ധശേഷം 2000 ഇറാഖി ദിനാർ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടും. ഇൻഫ്ലേഷൻ. ജർമ്മനിയിൽ യുദ്ധസമയത്ത് ഞാൻ വായിക്കുകയുണ്ടായി, ഒരു ചാക്കിൽ കെട്ടിയ കറൻസി ജർമ്മന്മാർക്ക് കൊടുത്താലേ ഒരു ബ്രെഡ് കിട്ടത്തുള്ളായിരുന്നു. ഹൈപ്പർ ഇൻഫ്ലേഷൻ. വചനത്തിലൂടെ വ്യക്തമായി നമ്മൾ കണ്ടു, അങ്ങനെ ഒരു നാൾ വരും. നിങ്ങളുടെ സമ്പത്ത് ദ്രവിച്ചു പോകും, നിങ്ങളുടെ സമ്പത്ത് പുഴുവരിച്ചു പോകും. നിങ്ങൾ വെള്ളിയും പൊന്നുമെടുത്ത് വെളിയിൽ എറിയും. അത് മലം പോലെ നിങ്ങൾക്ക് തോന്നും. ദൈവം പറഞ്ഞു, ഞാൻ അതിനെ മലമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക്. മനുഷ്യൻ എന്തു ചെയ്യും? ഇന്ന് ചില ബുക്കൊക്കെ കണ്ടു അമേരിക്കയിൽ നിന്ന്. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരാ എനിക്കൊരു ബുക്ക് തന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ സാമ്പത്തിക വരുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യാം. വളരെ രസമാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അറിഞ്ഞത്, അമേരിക്കയിൽ ചില സഭകളൊക്കെ ഇത്ര വെള്ളം മേടിച്ച് വെക്കണം, ഇത്ര ക്യാൻഡ് ഫുഡ് വേണം, ഇത്ര ഇതെല്ലാം വേണം, മെഴുകുതിരി വേണം, അല്ലെങ്കിൽ ഇതൊക്കെ വേണം. ഇതൊക്കെ മേടിച്ച് പല വീടുകൾക്കും അണ്ടർഗ്രൗണ്ട് ഇങ്ങനെയുള്ള സമയത്ത് സർവൈവ് ചെയ്യാൻ രഹസ്യ അറകളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുക. സഭയെ പഠിപ്പിക്കുക ഹൗ ടു സർവൈവ്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു ദൈവവേദലാണോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉൽപ്രാവണത്താൽ മാറ്റപ്പെട്ട ശേഷം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം, അപ്പോളേ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരികയുള്ളൂ. അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിടെ നിന്ന് മാറണം, ദൈവസഭ മാറണം, ഞാനും നിങ്ങളും മാറും. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് നല്ലതാണ്. കാരണം എന്നാ, ക്രിസ്തു മടങ്ങി വരുന്നത് വരെ ജീവിച്ചിരിക്കണം, കാത്തിരിക്കണം. അന്തിക്രിസ്തുവിനെ മുദ്രയേൽക്കാതെ കാത്തിരിക്കണം. അവർക്ക് വേണ്ടി നല്ലതാണ് ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ. കിറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് എവിടെയെങ്കിലും ഗുഹയ്ക്കകത്തോ എവിടെയെങ്കിലും പോയി പാത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അവൻ മടങ്ങി വരുന്നത് വരെ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് തൻ്റെ രാജ്യത്തിൽ വിശ്വസിച്ചാൽ അവർക്ക് കയറുവാൻ സാധിക്കും. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയുള്ളവരെ ശേഷിപ്പിക്കുമോ? ഈ ലോകം തകിടം മറിയുകയും ഇളകി മറിയുകയും അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം സംഭവിക്കുന്ന നാളുകളിൽ മാത്രമല്ല, അന്തിക്രിസ്തുവിനെ വിശ്വസിപ്പാൻ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്ന കാലത്ത് നിങ്ങൾ അവനോട് എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം പറയുന്നുണ്ട്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരണം, അതിന് പോഷ്ക്ക് വിശ്വസിപ്പാൻ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. ദെയർ ഈസ് ഓൺലി വൺ വേ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച്, അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് മരിച്ചുവെന്ന് വിശ്വസിച്ച്, നിങ്ങളുടെ ജീവൻ അവന് വേണ്ടി സമർപ്പിച്ച്, അവനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ രക്ഷ പ്രാപിച്ചാൽ, ഇവൻ പ്രത്യക്ഷപ്പെട്ട് ഈ ഭരണകൂടം വരുമ്പോൾ നിങ്ങളിവിടെ കാണത്തില്ല. ഉൽപ്രാവണത്താൽ
കർത്താവിൻ്റെ സ്ഥലത്തേക്ക് എടുത്തുകൊള്ളപ്പെടും. ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും, ഇല്ല എങ്കിൽ കൈവിടപ്പെടും. ഈ ഭയാനകമായ വിപത്തുകളിൽ നിങ്ങൾ കടന്നു പോകും. നിങ്ങൾ ഓർക്കണം, അമേരിക്കയുടെ കടമൊക്കെ ഇന്ന് കൂടി ഇന്ന് നമുക്ക് തന്നെ സത്യം അറിയത്തില്ല, അതുപോലെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ സമ്പദ്ഘടന തകർന്നു പോയാൽ ലോകത്തിൽ ആഗോളം സാമ്പത്തിക തകർച്ചയുണ്ടാകും. ഇന്ന് 2020 അമേരിക്കയുടെ ഡെപ്റ്റ് ഏതാണ്ട് 27 ട്രില്യനായി എന്ന് പറയുന്നു. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അതിൻ്റെ പലിശ കൊടുക്കുകയാണ്. എത്ര നാൾ അങ്ങനെ പോകും? ഒരു രാജ്യം കടം മേടിച്ച് പണം ചെലവഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര നാൾ ആ രാജ്യം മുന്നോട്ട് പോകും? അവരുടെ ഡെഫിഷ്യറ്റ് ഭയങ്കരം കടമാണ്, പുറത്തു വിടുന്നില്ല. ഇതിൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കിയിട്ടുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്കറിയാം അമേരിക്കയുടെ കടം ഭയങ്കരമായിട്ട് കൂടി. അമേരിക്കൻ ഡെപ്റ്റ് ഈസ് മോർ ദാൻ $27 ട്രില്യൺ വിച്ച് ദേ കനോട്ട് റീപേ. അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. 27 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് പറയാൻ അറിയില്ല, അത്ര വലിയ സംഖ്യയാണ്. ഏതാണ്ട് 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടുന്നതാണ് 1 ട്രില്യൺ. അപ്പോൾ 27 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അത് കൊടുക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ കറൻസി നോട്ട് അടിക്കണം, കറൻസിയുടെ വില പോകും, അല്ലെങ്കിൽ തകർന്നു പോകും, ആ ഡോളറിന് വിലയില്ലാതെ പോകും. നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങൾ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഈ തകർച്ചയുള്ള ബന്ധത്തിൽ വലിയ ക്ഷാമങ്ങളും പ്രശ്നങ്ങളും ലോകത്തിൽ ആവിർഭവിക്കും. എനിക്ക് പറയാനായിട്ട് സമയം പോരാ, എങ്കിലും വെളിപ്പാട് 6-ന്റെ 6-ാം വാക്യം നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ വായിക്കുന്നു, ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിലൊരൊറ്റ ലാശം, അവൻ തൂക്കിക്കൊടുക്കുകയാണ്. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്. അതിൻ്റെ ഉള്ളിലുള്ള ആശയം മാത്രം ഞാൻ പറയട്ടെ. 1 ഇടങ്ങഴി ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ആഹാരമാണ്. ആളൊന്നിക്ക് 1 ഇടങ്ങഴി മന്ന പെറുക്കണമായിരുന്നു. ഒരു മനുഷ്യൻ ഒരു ദിവസം അധ്വാനിച്ചാൽ അവന് കിട്ടുന്ന പണം കൊണ്ട് അവന് ആഹാരം മേടിക്കാം. അവന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഭക്ഷിക്കും? എന്നാൽ ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം കിട്ടും. യവം കുറച്ചുകൂടെ ഇൻഫീരിയർ ഫുഡാണ്, അത് കുറച്ചുകൂടെ വില കുറഞ്ഞ ഫുഡാണ്. നോക്കുക, ഗോതമ്പാണെങ്കിൽ ഒരാൾക്കേ തിന്നാനൊക്കെ ഉള്ളൂ, യവമാണെങ്കിൽ 3 പേർക്ക് കഴിക്കാം. ഇതെന്തിനെ കാണിക്കുന്നു? വരാനുള്ള ക്ഷാമം. ഈ സാമ്പത്തിക തകർച്ചയും ക്ഷാമവും അനേക വിധമായ പ്രശ്നങ്ങൾ കടന്നു വരും അന്തിക്രിസ്തു ഭരിക്കുന്ന കാലം. 1930-കളിൽ ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക തകർച്ച. അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഭരണകർത്താവായി എഴുന്നേറ്റ് വന്നു. ഒരു രക്ഷകന് വേണ്ടി ജനങ്ങൾ നോക്കി. ഫാക്ടറി വർക്കറായിരുന്ന ഹിറ്റ്ലർ അനേകരുടെ ഉള്ളിൽ ആശ കൊടുത്തു. അവർ ചിന്തിച്ചു അവനാണ്. അവൻ്റെ വാഗ്ധോരണി നമ്മൾ കണ്ടു, കൊമ്പ് സംസാരിക്കുന്ന വലിയ ശബ്ദം. He carried the people as Hitler carried the people. ആൻറ്റിക്രൈസ്റ്റ് വന്നാൽ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ഏതാണ്ട് എല്ലാം ഒരുക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധർമ്മത്തിൻ്റെ വർമ്മം നമുക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ. കാലങ്ങൾ കഴിഞ്ഞു. അന്ത്യനാളുകളിൽ സഭ മാറ്റപ്പെട്ടാൽ നടക്കുന്നതിന് വേണ്ടി ലോകം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് അന്ത്യക്രിസ്തുവിനുള്ള ബന്ധത്തിൽ വചനത്തിൽ വെളിപ്പെടുത്തിയത് ശ്രദ്ധിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരുങ്ങുക. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.